ടി.ജി. മോഹൻദാസിനെ എന്തോ മൊട്ടയടിക്കുമെന്നും അവധി ദിവസം തന്നെ കൃത്യമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നിലും കൃത്യമായി ചില അജണ്ടകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. കാരണം ടി.ജി. മോഹൻദാസിനെതിരെ കേസിന് പോയത് ഒരു SDPI പ്രവർത്തകനായിരുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും അഭിഭാഷകന് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അത് എന്താണ് എന്ന് നോക്കണം. കാരണം ഇദ്ദേഹം ഉടനെ തന്നെ എങ്ങാനും ഇനിയിപ്പം അകത്ത് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. പ്രധാനമായിട്ടും 15 ദിവസം മുമ്പാണ് ഈ കേസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് സൈബർ പോലീസ് ഒരു FIR എടുക്കുന്നത് 15 ദിവസം മുമ്പാണ്. അബ്ദുൾ ഹാഷിം എന്ന് പറയുന്ന ഒരാളുടെ പരാതിയിന്മേലാണ് FIR എടുത്തിട്ടുള്ളത്. ആദ്യം FIRൽ ഉണ്ടായിരുന്ന ഒഫൻസുകൾ എന്ന് പറഞ്ഞാൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. 2 കാസ്റ്റ് അല്ലെങ്കിൽ 2 റിലീജിയൻ 2 സെക്ഷനിലുള്ള ആൾക്കാരെ തമ്മിലടുപ്പിച്ച് ഒരു റയോട്ട് സ്റ്റേറ്റിനെതിരെ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒഫൻസ് ഇട്ടാണ് ആദ്യം FIR വന്നത്. പിന്നെ ഇന്നലെ അറസ്റ്റ് ചെയ്ത സമയം 79-നും ബാക്കി ഒഫൻസ് മാക്സിമം 5 വർഷം വരെ പണിഷ്മെന്റ് കിട്ടാവുന്ന സെക്ഷനുകൾ കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ കേസ് എടുത്തിരുന്നത്. സാധാരണ സുപ്രീം കോടതിയുടെ കർശനമായ മാർഗ്ഗനിർദ്ദേശമുണ്ട്. 7 വർഷത്തിന് താഴെയാണ് ശിക്ഷയെങ്കിൽ കമ്പൽസറി ആയി നോട്ടീസ് കൊടുത്തിരിക്കണം. നോട്ടീസ് കൊടുത്ത് എക്സെപ്ഷണൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ. ഇവിടെ നോട്ടീസ് സെർവ് ചെയ്തില്ല. സെർവ് ചെയ്യാതെ അയാളെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുമായിരുന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അതും ഇപ്പോൾ 79 പോലുള്ള ഒഫൻസുകൾ ഇട്ടിട്ടും പരാതിക്കാരനായിട്ടുള്ളതൊരു ആണാണ്. സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നാണ് കേസ്. ഒരു സ്ത്രീ പോലും പരാതിയായിട്ട് വന്നിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിലും മറ്റൊരു രേഖയിലും ഒരിടത്തും വേറെ പരാതികളുണ്ട് എന്ന് കോടതി തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചത് ഏത് സ്ത്രീയാണ് പരാതി നൽകിയത് എന്നാണ്. അപ്പോഴാണ് ഒരു SDPIക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാനാണ് പരാതിക്കാരനെന്ന്. സ്ത്രീത്വത്തെ അപമാനിച്ചു, എന്റെ മതവികാരം വ്രണപ്പെട്ടു, എന്റെ സ്ത്രീ വികാരം വ്രണപ്പെട്ടു. ശരി, കാര്യം പറയുന്നില്ല. അത് വാക്കാൽ പറഞ്ഞാൽ പോലും ഒരു രേഖകളിലും മറ്റു പരാതികളെ കുറിച്ച് പറയുന്നില്ല. അബ്ദുൾ ഹാഷിം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പരാതിയിൽ മാത്രം എടുത്തിട്ടുള്ള FIR ആയിരുന്നു. നോട്ടീസ് കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം പണിഷ്മെന്റ് 5 വർഷത്തിനകത്തേ ഉള്ളൂ. അതുകൊണ്ട് കോടതിക്ക് ജാമ്യം കൊടുക്കാനുള്ള ഒഫൻസ് തന്നെയാണ്. ആ കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ ജാമ്യം കൊടുത്തിട്ടുള്ളത്. കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ തന്നെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അവർക്ക് കസ്റ്റഡി ആവശ്യമുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് ഈ ചാനൽ പത്രിക എന്ന മറ്റു പേരുള്ള ആ ചാനലിന്റെ ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അവർക്ക് ബാക്കി യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അവർക്ക് കസ്റ്റഡി വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ കോടതി അത് പരിഗണിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ക്യാമറ, മൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സീസ് ചെയ്തിരുന്നു. പിന്നെ ഈ പറയുന്ന കണ്ടന്റ് 2 വീഡിയോയിലും ഈ ഒഫൻസ് അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ ഒന്നുമില്ല. വീഡിയോയുടെ മുഴുവൻ ട്രാൻസ്ക്രിപ്റ്റും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിഭാഗം. അത് കോടതി പരിഗണിച്ചിരുന്നു. അതിൽ ഒഫൻസ് അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ ഒന്നും വന്നിട്ടില്ല. പരാതിക്കാരന് രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ളതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. നാളെ മുതൽ, നാളെയും മറ്റന്നാളും അടുത്ത ദിവസവും ഇന്ററോഗേഷന് വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നേ ഹാജരാവണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ. അത് കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചകളിലും ഒപ്പിടണം. സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത്, സമാനമായ ഇഷ്യൂസ് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കണ്ടീഷൻസ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു തരത്തിൽ ഡിഫൻസും പറഞ്ഞിട്ടില്ല, പ്രതിഭാഗം അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ പ്രതിഭാഗം കുറച്ച് തന്നെയാണ് നിന്നത്. അതായത് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നോ അത്തരത്തിൽ അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല അങ്ങനെ ഒരു കേസില്ലായിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഈ എടുത്തിരിക്കുന്ന ഒഫൻസുകൾ പ്രകാരമുള്ള സെക്ഷൻസ് അട്രാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു ഡിഫൻസിന്റെ വാദം. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് ടി.ജി. പറഞ്ഞിട്ടില്ല. ടി.ജിക്ക് ഒരു രൂപത്തിലുള്ള മുന്നറിയിപ്പും കൊടുക്കാതെയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നിയമ നടപടികൾ ഏത് രൂപത്തിലാണോ പാലിക്കേണ്ടത് ആ രൂപത്തിൽ ഒന്നും പാലിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ടി.ജിയെ മൊട്ടയടിക്കാൻ വേണ്ടി കാത്തിരുന്ന ആളുകൾക്ക് പണി കിട്ടി. ഒരു രൂപത്തിലും ടി.ജി മാപ്പും പറഞ്ഞിട്ടില്ല. ടി.ജിക്കാണെങ്കിലോ ജാമ്യം കിട്ടുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാത്ത ഒരു സാഹചര്യവും കൂടി ഉണ്ടായി. ഇനി ഒരു മറുപടിയും കൂടിയുണ്ട്. അപ്പൂപ്പൻ അപ്പൂപ്പന്റെ വയസ്സുള്ള എന്റെ അപ്പൂപ്പന്റെ വയസ്സുണ്ടാവും. ഹി മസ്റ്റ് ബി 70-80-year-old man. My gosh. എടി വല്യമ്മേ, ടി.ജി. മോഹൻദാസിന്റെ പ്രായം ഗൂഗിൾ വെച്ച് നോക്കിയപ്പോ 71. നിന്റെ പ്രായം ഗൂഗിൾ വെച്ച് നോക്കിയപ്പോ 44. അതായത് നിങ്ങൾ തമ്മിൽ 27 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. അതായത് നിന്റെ തന്തയുടെ പ്രായം പോലും ഇല്ല അങ്ങേർക്ക്. മനസ്സിലായോ? ആ മനുഷ്യനെയാണ് നീ എന്റെ അപ്പൂപ്പന്റെ പ്രായം എന്ന് വിളിക്കുന്നത്. ഈ വീഡിയോയിൽ സംസാരിക്കുന്ന എന്നെക്കാട്ടിലും വയസ്സിന് മൂത്തതാണ് നീ.
പിന്നെ നിനക്ക് നീറ്റിന്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല, നിനക്ക് മീറ്റ് കഴിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ള കാര്യം ഈ നാട്ടുകാരെല്ലാം ആ ഒരു സമരത്തോടു കൂടി മനസ്സിലാക്കി. പിന്നെ നിന്നെ പോലുള്ള തള്ളച്ചികളുടെയൊക്കെ പ്രവർത്തനം കാരണമാണ് ആ സമരത്തിന് പോയ മാന്യമായിട്ടുള്ള സെലിബ്രിറ്റി ഒരു നാണം കിട്ടത്. ഡൽഹി പോലീസ് നിന്നെ പോലുള്ള തള്ളച്ചികളുടെ നേരെ ആ ജലവീരങ്കി ഒന്ന് പ്രയോഗിച്ചിരുന്നെങ്കിൽ, നിന്റെ മേക്കപ്പ് ഒന്ന് ഇളവിയിരുന്നെങ്കിൽ 71 അല്ലടി അതിൽ കൂടുതൽ പ്രായം നിന്നെ കണ്ടാൽ തോന്നിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇവിടെ ആർക്കും ഇല്ല. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാ പറഞ്ഞത്. സ്ത്രീകൾക്കാർക്കെതിരെയും എന്തും പറയാം, ഒരു പ്രോബ്ലവുമില്ല. സ്ത്രീത്വത്തെ അപമാനിച്ചു, വിദ്വേഷ പരാമർശം നടത്തി, കലാപത്തിന് ആഹ്വാനം ചെയ്തു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കാം, ശരി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ എല്ലാ വിഷയത്തോടും യോജിപ്പുള്ള ആളല്ല ഞാൻ. പക്ഷേ രാജ്യദ്രോഹികളെ എങ്ങനെ നേരിടണം എന്ന് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. മറ്റ് സ്ത്രീ പരാമർശത്തോട് തികച്ചും വിയോജിപ്പാണ്. അപ്പോ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ തള്ളിക്കളഞ്ഞിട്ടാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ മുഴുവനും കോടതി അംഗീകരിച്ചിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്നും എല്ലാ തിങ്കളാഴ്ചയും ഒപ്പിടണമെന്നും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. അത് സാധാരണ രൂപത്തിലുള്ള ഒരു പ്രൊസീജിയറാണ്, സാധാരണ പറയാറുള്ളതാണ്. ഇപ്പോ എന്താണ് വിഷയം? ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബ് വീഡിയോയിലൂടെ TG മോഹൻദാസ് ചില പരാമർശങ്ങൾ നടത്തി. അതിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു SDPI-കാരനായിട്ടുള്ള ഒരു മുസ്ലിമിന് എന്തോ ഒരു ഭംഗം തോന്നുന്നു, അദ്ദേഹം കേസ് കൊടുക്കുന്നു. അപ്പോ അത് കേസ് കോടതിയിൽ എത്തുന്നു. ഇദ്ദേഹത്തിന് യാതൊരു ഇന്റിമേഷനും കൊടുക്കാതെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ അവധി ദിവസമായതുകൊണ്ട് ജാമ്യം കിട്ടില്ലെന്ന് വിചാരിച്ചെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം നേടിക്കൊടുക്കാൻ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി അണികൾ ഉണ്ടായിരുന്നു. അതിനേക്കാട്ടിലേറെ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു വ്യക്തിത്വം ശാസ്തമംഗലം അജിത്തിന്റെ ചില വാദങ്ങളാണ്. ഹൈക്കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത്ത് TG മോഹൻദാസിന് ജാമ്യം ലഭിക്കാൻ നിർണായകമായിട്ടുള്ള വസ്തുതകൾ കോടതിയിൽ നിരത്തുകയും എതിർഭാഗത്തിന്റെ അണ്ണാക്കിൽ പിരിവെട്ടിയ രൂപത്തിൽ അവർ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിയതും ഇദ്ദേഹം ഈ കേസ് പഠിച്ച് ആശയങ്ങൾ അവതരിപ്പിച്ചതിന്റെ പേരിലാണ്. പ്രതിഭാഗം പറഞ്ഞത് അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രതികാര ബുദ്ധിയാണ്. വീഡിയോയിലെ പരാമർശങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിക്കകത്താണ് നിൽക്കുന്നത് എന്നും പ്രതിഭാഗം പറഞ്ഞു. തന്നെയുമല്ല, 11 ദിവസമായിട്ട് അന്വേഷണം നടന്നിട്ടും മുൻകൂർ നോട്ടീസ് നൽകാതെയാണ് ഈ അറസ്റ്റ് നടന്നത്. ഇത് നിയമവിരുദ്ധമാണെന്നും പ്രതിഭാഗം വക്കീൽ ചൂണ്ടിക്കാണിച്ചു. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി തള്ളിക്കളയുന്നു. ഉപാധികളോടുകൂടി ജാമ്യം അനുവദിക്കുന്നു. അപ്പോഴും കേരള പോലീസ് ഉണ്ട്, ഞങ്ങൾക്ക് കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ട് സഹകരിക്കണം, ഇനിയും ഇതുപോലെയുള്ളതൊന്നും ചെയ്യരുത് എന്നൊക്കെ കോടതിയുടെ പ്രൊസീജിയർ. കോടതി വളപ്പിലെ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നു. പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് വലിയ രൂപത്തിൽ ഇവർക്ക് തിരിച്ചടിയായി. പൊട്ടിക്കാൻ വാങ്ങി വെച്ചിരുന്ന പടക്കങ്ങൾ മഴയിൽ നനഞ്ഞുപോയി. ഇനിയും മറ്റേ ഉസ്താദിന്റെ ശുക്ലമഴയിലാണോ നനഞ്ഞതെന്ന് അറിയത്തില്ല. കോടതി ജാമ്യം അനുവദിച്ചു. പ്രോസിക്യൂഷന്റെ വാദങ്ങളെ കൃത്യമായ നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധിച്ച ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തിന്റെ ഇടപെടലാണ് കേസിൽ നിർണായകമായത്. വീഡിയോ കോൺഫറൻസിലൂടെയാണ് ശാസ്തമംഗലം അജിത്ത് വാദങ്ങൾ അവതരിപ്പിച്ചത്. TG മോഹൻദാസിനെ ജയിലിലടച്ച് മുൻതൂക്കം നേടാൻ കാത്തിരുന്ന പോലീസും പ്രോസിക്യൂഷനും കോടതി തീരുമാനം വൻ തിരിച്ചടിയായി. റിമാൻഡ് ചെയ്യാനും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുമുള്ള ഗുരുതര കുറ്റങ്ങളൊന്നും TG ചെയ്തിട്ടില്ലെന്ന് അജിത്ത് വാദിച്ചു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അറിയിച്ചു. ഇത് കോടതിയും അംഗീകരിച്ചു. കൊച്ചിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എത്തിച്ച TG മോഹൻദാസിനെ റിമാൻഡ് ചെയ്യാനായിരുന്നു പോലീസ് ശക്തമായി ശ്രമിച്ചത്. എന്നാൽ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്ത് തന്നെ നേരിട്ട് ഹാജരായി വാദിച്ചത് പോലീസിന്റെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റിച്ചു. കാരണം അദ്ദേഹം ഈ കേസിന്റെ സകലമാന വശങ്ങളെ കുറിച്ചും ശരിക്കും പഠിച്ചു. ഏത് സ്ത്രീക്കാണ് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന് തോന്നിയത്? ഏത് സ്ത്രീയുടെ പരാതിയിന്മേലാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്? വന്നു നിന്നൊരു മുഹമ്മദ് ഹാഷിം എന്നോ മറ്റോ പേരുള്ള ഒരു SDPI-കാരൻ. ഓ, നിങ്ങൾക്കാണല്ലേ. അപ്പോഴാണ് കൃത്യമായിട്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, വ്യക്തി വൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടാണോ ഈ കേസ് കെട്ടിച്ചമച്ചത് എന്ന രൂപത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു. അതോടെ നന്ദി.